welcome our respected Chairman Rashid Sir and all our distinguished management committee members who are always there with us to support and appreciate us for every little achievement that we make. It's my pleasure to also welcome Ms. Sonia Nair, Managing Director, IDS Abacus, and her team who are present here today. As we all know, maths is an inseparable subject which is applicable in all spheres of life. Whether you take physics, accountancy or economics, you apply maths. Therefore, it is of utmost importance to improve your computational skill and speed. Computational skill means maths skills, okay, numerical skills. Now, Abacus for sure will help you all in this direction. You have been practicing Abacus for the past 1 year, and today you are here to receive your prizes on the basis of your performance in the Abacus test conducted. But more than that, I want to see the difference, the improvement in the marks you score in maths as a subject. Alright? Is that a promise? Did you understand what I say? You're going to receive your prizes for Abacus, but then it's not just enough that you receive prizes for Abacus, but then that difference has to be there in your maths mark also. Alright? I welcome our respected Chairman, A.A. Rashid Sir, for the presidential address and inaugural note. പ്രത്യേകമായി ട്രെയിനിങ് തരത്തിന് വേണ്ടിയാണ് അബാക്കസിനെ നമ്മൾ ഈ വർഷം ഇവിടെ ക്ഷണിക്കുന്നത്. നിങ്ങൾക്ക് അത് വളരെ പ്രയോജനകരമായിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കുറച്ച് പരാതികൾ വന്നിട്ടുണ്ട്. ആ പരാതികൾക്കൊക്കെ അവർ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ 3 മുതൽ 8 വരെയുള്ള വിദ്യാർത്ഥികൾക്ക് നടത്തിയ ടെസ്റ്റ് പേപ്പറുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഉള്ള പ്രമാണം എങ്ങനെയാണ് എന്നുള്ളത് വിലയിരുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു സർട്ടിഫിക്കറ്റ് 3 തരം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള 3 തരത്തിലാണ് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആ 3 തരത്തിലുള്ള കോപ്പികളും സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റും രീതിയിലുള്ള ഇതെല്ലാം ഇവിടെ നിങ്ങൾക്ക് നൽകി നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും എല്ലാം കൂടെ അതിനൊത്ത് മാനേജ്മെന്റും കൂടെ ഉണ്ടാകും. അതോടൊപ്പം നിങ്ങളും നിങ്ങളുടെ പേരൻസും ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഇനി അടുത്ത് വരുന്ന വർഷത്തേക്ക് ഇത് പ്രയോജനകരമായി കൊണ്ടുപോകാൻ വേണ്ടുന്ന എല്ലാ നടപടികളും കഴിഞ്ഞ 1 വർഷത്തുണ്ടായ വീഴ്ചകൾ നികത്തി നിങ്ങളുടെ സംശയങ്ങൾക്ക് അപ്പോഴപ്പോഴും അന്നന്ന് മറുപടി തന്നുകൊണ്ട് വിഷയം കൈകാര്യം ചെയ്യാൻ അവരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതനുസരിച്ച് നമുക്ക് അടുത്ത വർഷത്തേക്ക് കടക്കാൻ കഴിയും. അതുകൊണ്ട് ഈ സംരംഭത്തിൽ നിങ്ങളെ അനുമോദിക്കാനും നമ്മുടെ സ്കൂളിനെ അനുമോദിക്കാനും വലിയ അബാക്കസ് ടീമിനെ ഞാൻ എം സ്കൂളിൻ്റെ പേരിലും നമ്മുടെ ഫാമിലിയുടെ പേരിലും എല്ലാവരുടെ പേരിലും നിങ്ങൾ അനുവാദത്തോടുകൂടി സ്വാഗതവും അവരുടെ കടപ്പാടും ഞങ്ങൾ അവരോട് അറിയിക്കുന്നു. ഇത് ഒരു നീണ്ട ഒരു പ്രസംഗത്തിലുള്ള വേദിയല്ല. നിങ്ങൾക്ക് സമ്മാനങ്ങൾ തന്ന് എത്രയും പെട്ടെന്ന് ക്ലാസ്സിലേക്ക് അയക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത് നിങ്ങളുടെ എല്ലാം അവരുടെ അളവും സമൂഹത്തോടു കൂടി ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യാൻ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. വളരെ നമസ്കാരം. Who are always curious about our academic facilities. Sir, I invite you for the felicitation. മാത്സ് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് പഠിക്കാം എന്നതാണ് നമ്മുടെ ഇന്നത്തെ പ്രധാന വിഷയം. അത് ഈസി ആക്കാൻ എങ്ങനെ സാധിക്കും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ന് ഈ ADS അബാക്കസ് ടീമുമായി ബന്ധപ്പെടുകയും അവരുടെ സർവീസ് നമ്മുടെ സ്കൂളിൽ ഉണ്ടാവുകയും ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ പഠനത്തിൽ ഈ അബാക്കസിനെ പഠിച്ചതുകൊണ്ട് എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ടോ? പ്രത്യേകിച്ച് മാത്തമാറ്റിക്സിൽ അങ്ങനെ ഒരു ഇമ്പ്രൂവ്മെന്റ് ഇല്ല എന്ന കുട്ടിയൊക്കെ ആർക്കെങ്കിലും പറയാനുണ്ടോ? മാത്തമാറ്റിക്സിൽ ഈ അബാക്കസ് പഠിച്ചത് ഉണ്ടോ? ഈ അബാക്കസ് പഠിച്ചതുകൊണ്ട് നമ്മുടെ മാത്സിന്റെ കുറച്ചൊക്കെ ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കൈകൊള്ളാം. വാക്യപ്രവർത്തന അത്ര ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് കുട്ടികൾക്ക് ഇത്
വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു വിദ്യയാണ്. പക്ഷെ നമ്മൾ പരമാവധി അത് പ്രാക്ടീസ് ചെയ്യാത്തവരുടെ കുഴപ്പമുണ്ടായിരിക്കാം, നിങ്ങൾക്ക് അത് അത്രയും ഈസി ആയിട്ട് തോന്നാത്തത്. അപ്പോൾ അടുത്ത വർഷം നിങ്ങളത് കാര്യമായിട്ട് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്കിത് ഈ മാത്സ് നമുക്ക് വളരെ മാത്സ് നമുക്ക് അനായാസ കൈകാര്യം പറ്റും. ഇത് നമുക്ക് ഇവിടെ മാത്രമല്ല, നമുക്ക് തുടർന്നുള്ള സ്റ്റഡീസിലെല്ലാം ഈ മാത്സ് എളുപ്പമായി കഴിഞ്ഞാൽ നമുക്ക് എൻട്രൻസ് അടക്കമുള്ള പല കോഴ്സുകൾക്ക് നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് നമ്മുടെ എല്ലാ കുട്ടികളും ഈ അബാക്കസ് നന്നായി പ്രാക്ടീസ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഈ നല്ല സർവീസ് തന്ന ഏരിയസ് അബാക്കസിനും ഞങ്ങളുടെ സ്കൂളുകളിലുള്ള എല്ലാ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാർത്ത Now I invite Sonia Nair, Managing Director, IDS Abacus. Good afternoon, all of you. Are you happy? Yes. Okay. ആദ്യമായിട്ട് IDS Abacusന് MAKM സ്കൂളിൽ ഒരു അവസരം തന്നതാണ്. എനിക്ക് കുഞ്ഞിനെ ഗണിതത്തിൻ്റെ ചില ഈസി ടിപ്പുകൾ പഠിപ്പിക്കുവാൻ അവസരം നൽകുന്നു. ഇതെന്ന് പറഞ്ഞാൽ നന്ദി കടപ്പാട് നൽകുകയാണ്. സ്കൂൾ മാനേജ്മെന്റിനോടും പ്രിൻസിപ്പാളിനോടും എല്ലാ ടീച്ചേഴ്സിനോടും നോൺ ടീച്ചേഴ്സ് സ്റ്റാഫുകളോടും എല്ലാ പാരൻസിനോടും ഇവിടെ പലപ്പോഴും ഞാൻ എസ്റ്റാബ്ലിഷ് ചോദിച്ച സമയത്ത് ഞാൻ കണ്ടു കുറച്ച് പേര് ഈസിയാണ്, കുറച്ചുകൂടി ഈസി ആയിട്ടുണ്ടെന്ന് പറയുമ്പോഴും ഏറെക്കുറെ കുഞ്ഞുങ്ങൾ അവർക്കൊരു കോൺഫിഡൻസ് വന്നിട്ടില്ലായിരുന്നു. അപ്പൊ ഇവിടെ എനിക്ക് നിങ്ങളോട് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം നമുക്ക് ടൈമില്ല. നമ്മളിന്നിവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ IDS Abacusന്റെ ഡിസ്ട്രിക്ട് ലെവൽ എക്സാം 75 സ്കൂളുകൾ ഉൾപ്പെടുന്ന ഒരു എക്സാം ആയിരുന്നു ട്രിവാൻഡ്രം, കൊല്ലം, പത്തനംതിട്ട ഡിസ്ട്രിക്റ്റുകളില്. അപ്പൊ നിങ്ങളും അതിൽ പങ്കാളികളായും അതിൽ ഞങ്ങൾ പ്രൈസ് നേടിയിട്ടുള്ള കുട്ടികൾ, സ്റ്റേറ്റ് ലെവൽ എക്സാമിലൊക്കെ സെലക്ഷൻ കിട്ടിയിട്ടുള്ള കുട്ടികൾ, അതൊക്കെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അവർക്ക് നേടിയിട്ടുള്ള പ്രൈസുകൾ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. അപ്പോഴും അബാക്കസ് എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ അത് മാത്സ് ആണ് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ ഗണിതം നിങ്ങൾക്ക് ഇഷ്ടമാണോ? മാത്സ് ഇഷ്ടമാണോ? ഇഷ്ടമാണ് അല്ലേ? അപ്പൊ ഇപ്പോൾ അബാക്കസിലൂടെ നമുക്ക് കൂടുതൽ ഈസി ആക്കാൻ സാധിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ പക്ഷെ മാത്സ് നല്ല ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ടാവില്ല, പക്ഷെ ഗണിത വിഷയങ്ങളെ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും എന്നുള്ള കോൺഫിഡൻസ് വന്നിട്ടുണ്ടോ? അത് വന്നിട്ടുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അത് നമുക്ക് വേണ്ടത് സെൽഫ് കോൺഫിഡൻസ് ആണ്. നമ്മൾ അബാക്കസ് ക്ലാസ് പഠിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തിനാണ് അബാക്കസ് പഠിക്കുന്നതെന്നും ഇത് പഠിച്ചു കഴിഞ്ഞാൽ ബെനിഫിറ്റ്സ് എന്താണ് എന്നും മനസ്സിലാക്കണം. അബാക്കസ് പഠിക്കുന്നത് എപ്പോഴും നമ്മൾ പറയും ഗണിതം ലളിതമാകുവാൻ അല്ലെങ്കിൽ മാത്സ് ഈസിയാകുവാൻ വേണ്ടി മാത്രമാണ്. പക്ഷെ അതിലുപരി അബാക്കസിലൂടെ നമ്മൾ ഗണിത വിഷയങ്ങൾ പഠിക്കുമ്പോൾ ഓൾ സബ്ജക്റ്റിൽ നമുക്ക് ഇമ്പ്രൂവ്മെന്റ് വരുന്നു. എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഓൾ സബ്ജക്റ്റിൽ ഇമ്പ്രൂവ്മെന്റ് വരുന്നത്? നമ്മുടെ കോൺസെൻട്രേഷൻ ബെറ്ററാണ്, സ്പീഡ്, കോൺസെൻട്രേഷൻ, ടൈം മാനേജ്മെന്റ്. അതുപോലെ IDS Abacusന്റെ സിലബസുകളിലൂടെ കുട്ടികളുടെ ടീച്ചിങ് സ്കിൽ, പെർഫോമൻസ് സ്കിൽ, സെൽഫ് കോൺഫിഡൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു സിലബസ് ആണ്. അത് രണ്ടൊരു ആദ്യ ഘട്ടം എന്ന നിലയ്ക്ക് മാത്രമാണ് പോയിട്ടുള്ളത്. അതിന്റെ അക്കാഡമിക് അതിനെ കൂടുതൽ വിപുലമാക്കിക്കൊണ്ട് കുട്ടികളുടെ മെന്റൽ ഡെവലപ്മെന്റിലും ഫിസിക്കൽ ഡെവലപ്മെന്റിനും വേണ്ടിയുള്ള ആക്ടിവിറ്റികൾ എന്നിവ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സിലബസ് ആണ് രൂപീകരിച്ചിട്ടുള്ളത്. ഓരോ വർഷം കുട്ടികളെ ഓരോ ക്ലാസ്സുകൾ പഠിപ്പിച്ചു കഴിയുമ്പോൾ അതിൽ നിന്ന് വരുന്ന നേട്ടവും പൊട്ടവും കുറച്ചു പേർക്ക് നെഗറ്റീവായിട്ടുള്ള ഫീൽ ആയിരിക്കാം, കുറച്ചു പേർക്ക് പോസിറ്റീവായിട്ടുള്ള ഫീലും കിട്ടിയിട്ട് ഈ നെഗറ്റീവായ ഫീൽ കൂടുതൽ ഞങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തീർച്ചയായിട്ടും അതിനെ ഏത് തരത്തിൽ ഡെവലപ്പ് ചെയ്യാമെന്ന് കാര്യമായി ആലോചിക്കുകയും സിലബസ് അതിനനുസരിച്ച് പരിഷ്കരിക്കുകയും ടീച്ചേഴ്സിനെ അതിൽ കൂടുതൽ ഉപരി ട്രെയിൻ ചെയ്യിപ്പിച്ചുകൊണ്ട് തന്നെ സ്കൂളുകളിലേക്ക് വരുന്ന അക്കാഡമിക് ഇയറിലേക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്നും ഞാൻ ഉറപ്പ് നൽകുന്നു. എനിക്ക് നിങ്ങളോട് പറയുന്നത്, സാർ പറഞ്ഞ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ കുറെ പാരൻസിന് കംപ്ലൈന്റ് ഉണ്ട്. അത് ഞാൻ വളരെ ശരിക്കും മനസ്സുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് കേട്ടത്. അത് പക്ഷെ
നിങ്ങൾക്ക് ഓരോ ക്ലാസ് കഴിയുമ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളെ ഫീസ് കൊടുത്തിട്ടാണ് നിങ്ങൾ ഈ കോഴ്സിൽ ചേർന്നിരിക്കുന്നത്. നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ടീച്ചേഴ്സിനെ ഇങ്ങോട്ട് വിടുന്നത്. അപ്പൊ അവർ പഠിപ്പിക്കുന്ന എന്ത് സെക്ഷനോ ആവട്ടെ, അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ എണീറ്റ് നിന്ന് ചോദിക്കണം. അതിനൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ പാരന്റ്സിനെ അറിയിക്കണം, എനിക്ക് ഇന്ന് പഠിപ്പിച്ച ഈ പോർഷൻ മനസ്സിലായിട്ടില്ല, മറ്റു കുട്ടികൾ ചെയ്യുന്നുണ്ട്, എന്നെ കൊണ്ട് അതുപോലെ ചെയ്യാൻ പറ്റുന്നില്ല. അത് പറയാനുള്ള ആഗ്രഹം നിങ്ങളുടെ ഓരോരുത്തരിലും ഉണ്ടാകും. അത് പറയുകയും അതാത് ദിവസം അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാൻ സാധിച്ചാൽ നമ്മൾ ഈ വിചാരിക്കുന്നതിനുപരി നല്ലൊരു റിസൾട്ട് നമുക്ക് ലഭിക്കും. ഓക്കെ, അപ്പോ ഇനി മുതൽ കംപ്ലൈന്റുകൾ പറയരുതെന്നല്ല, നിങ്ങൾക്ക് വരുന്ന സംശയങ്ങൾ ഇങ്ങനെ പോകുമ്പോഴാണ് നമുക്ക് ഒന്നും പഠിക്കാൻ സാധിക്കാതെ പോകുന്നത്, ഇല്ലേ? അപ്പൊ നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ, മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ഉറപ്പായിട്ട് പറയുകയും അതിന് കൃത്യമായ പരിഹാരം നേടുവാനും നിങ്ങൾ എന്താണ് മുന്നോട്ട് വരണം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ഈസി ആയിട്ട് നിങ്ങളുടെ അബാക്കസിലൂടെ പഠിപ്പിക്കും, മെന്റൽ മാത്സ് ചെയ്യിപ്പിക്കും, മൈൻഡ് കാൽക്കുലേഷൻ എത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് നമ്മളൊരു സ്റ്റേജ് പ്രോഗ്രാം വരുന്ന സമയത്ത് നിങ്ങൾക്കത് മനസ്സിലാവും, മൈൻഡിൽ വെച്ച് കാൽക്കുലേഷൻ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ കുട്ടികളുടെ 85% പഠന വൈകല്യങ്ങളെ പരിഹരിക്കുവാൻ തീർച്ചയായിട്ടും എനിക്ക് എഴുതി തരാൻ സാധിക്കും, തീർച്ചയായിട്ടും ഇതിലൂടെ സാധിക്കും എന്നുള്ള കാര്യം. പക്ഷെ അതിന് ഡെയിലി 10 മിനിറ്റ്സ് വീതം നിങ്ങൾ മാറ്റിവെക്കണം. മറ്റ് സബ്ജക്ട് പഠിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ 10 മിനിറ്റ്സ് ക്ലാസ്സിൽ പറഞ്ഞു തന്നിരിക്കുന്ന സ്വിമ്മിംഗ് പൊസിഷൻ ചെയ്തുകൊണ്ട് പിന്നലുകൾ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു 10 മിനിറ്റ്സ് അബാക്കസ് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നിങ്ങൾ മറ്റ് സബ്ജക്ട് പഠിച്ചു നോക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിൽ ഇമ്പ്രൂവ്മെന്റ് വരും. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ മൈൻഡിൽ ഇരിക്കും. വളരെ ഈസിയായിട്ട് ടീച്ചേഴ്സ് മറ്റ് വിഷയങ്ങൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് കേട്ടിരിക്കുമ്പോൾ തന്നെ ക്യാച്ച് ചെയ്യാനുള്ള ക്യാച്ചിങ് സ്കില്ല് ഡെവലപ്പായി വരും. ഇതിലൂടെ നിങ്ങളുടെ ലൈഫ് ലോങ് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് മാത്സിനെയും ഓൾ സ്കില്ലുകളിലേക്ക് ഡയറക്റ്റ് എടുക്കാൻ പറ്റും. നിങ്ങൾ എൻട്രൻസ് യൂസ് അല്ലെങ്കിൽ മറ്റ് കോമ്പറ്റീഷൻ എക്സാംസ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോബ് ഇതിലൊക്കെ കിടക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് തീർച്ചയായിട്ടും പ്രയോജനകരമായിരിക്കുമെന്ന് ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നു. അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ ഇനിയുള്ള മുന്നോട്ടുള്ള ഓരോ ദിവസവും ഓണം വെക്കേഷനാണ്, പ്രാക്ടീസ് ചെയ്യാൻ ഇരിക്കരുത്, ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. ഒരു ഗെയിം പോലെ എടുത്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്തത് നമ്മുടെ സമ്മാനങ്ങൾ വാങ്ങാൻ വേണ്ടി റെഡിയായിട്ടിരിക്കുന്ന കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അടുത്ത സെക്ഷനിലേക്ക് കിടക്കാം. ഫിസിക്കൽ എക്സാമിന് സർട്ടിഫിക്കറ്റ് വാങ്ങാതെ അറ്റൻഡ് ചെയ്യാൻ സാധിച്ച എല്ലാ കുഞ്ഞുങ്ങളെയും ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരുപാട് അനുഗ്രഹ ആശീർവാദങ്ങൾ ഉണ്ടാകട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു.